കോൺഗ്രസ് ലീഗ് ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ മലക്കം പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും മുഖ്യമന്ത്രി പറയും എല്ലാത്തിനേക്കാളും വലുത് വാക്കാണ്. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ആ വാക്കിന് ഇപ്പൊ എന്ത് പറ്റി? PMCയെ പറ്റിയുള്ള കോൺഗ്രസ് വാക്കും പഴഞ്ചാക്കും ഒരുപോലെയാണ്. അവസരവാദത്തിന്റെ ലക്ഷണമൊത്ത മാതൃകയാണ് VD സതീശൻ നയിക്കുന്ന UDF. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം അതിവേഗം വിഴുങ്ങി നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന UDF സർക്കാരിനെ നോക്കി അന്തം വിട്ടു നിൽക്കുകയാണ് മലയാളികൾ. ഏറ്റവും ഒടുവിൽ PM ശ്രീ വിഷയത്തിൽ നടത്തിയ മലക്കം മറിച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രതിപക്ഷത്തിരുന്ന് വലിയ പ്രസ്താവനകൾ നടത്തി സമരങ്ങൾ സംഘടിപ്പിച്ച് PM ശ്രീയെ എതിർത്ത VD സതീശനും കൂട്ടരും ഇപ്പോഴിതാ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്കും ബോധ്യപ്പെടാത്ത തീരുമാനത്തെ ന്യായീകരിക്കാൻ പച്ചക്കള്ളവും പ്രചരിപ്പിക്കുന്നു. LDF സർക്കാർ PM ശ്രീയിൽ നിന്ന് പിന്മാറിയതായി അറിയിച്ച് കേന്ദ്രത്തിന് കത്തയച്ചില്ല എന്ന പെരുന്നുണ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ കള്ളം കയ്യോടെ പൊളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇങ്ങനെ കള്ളം പറയുന്നത് മാന്യതയാണോ? LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീയുടെ ഭാഗമായി സംസ്ഥാനം പണം കൈപ്പറ്റി എന്ന മറ്റൊരു കള്ളം കൂടി വിദ്യാഭ്യാസ മന്ത്രി അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതും വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. പദ്ധതിയുടെ ഭാഗമാക്കേണ്ട വിദ്യാലയങ്ങളുടെ പട്ടിക പോലും തയ്യാറായിട്ടില്ല. അതിനു മുൻപ് തന്നെ പദ്ധതിയിൽ നിന്നും പിന്മാറിക്കൊണ്ട് LDF സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. പിന്നെ എങ്ങനെയാണ് ഫണ്ട് സ്വീകരിക്കുക? സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവി പുതപ്പിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന UDF സർക്കാരിന്റെ നീക്കങ്ങളുടെ തുടർച്ചയാണ് ഈ നടപടി. 2027 അവസാനിക്കുന്ന പദ്ധതിയാണ് PM ശ്രീ. പദ്ധതിയുടെ 40% തുക സംസ്ഥാനങ്ങൾ വഹിക്കണം. പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകൾക്ക് നാമമാത്രമായ തുകയാണ് കേന്ദ്രം നൽകുക. ആ തുക കൈപ്പറ്റിയാൽ പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകൾ ബ്രാൻഡിങ്ങിന് വിധേയമാകും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾ നിർബന്ധിതമാകും. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയായ മതനിരപേക്ഷ ഉള്ളടക്കം നഷ്ടമാകും. ഈ നിലയിൽ ചുരുങ്ങിയ കാലത്തേക്ക് നാമമാത്രമായ തുകയ്ക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ അജണ്ടകൾക്ക് തീരെഴുതാൻ UDF സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരിക തന്നെ ചെയ്യും.